ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴം കൊണ്ടുള്ള കാളൻ്റെ ഒരു റെസിപ്പിയാണ്. നല്ല ഓഥൻറ്റിക് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഓണസദ്യക്കും അതുപോലെ നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് ഈ കാളൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല ഇടങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. മോരുകറി എന്ന് പറയും, പഴംകാളൻ എന്ന് പറയും, അതുപോലെ പുളിശ്ശേരി എന്ന് പറയും. ഇത് നമുക്ക് പൈനാപ്പിൾ കൊണ്ടും ഒക്കെ നമുക്ക് ഇതുപോലെ കാളൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കാളൻ തയ്യാറാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പം നല്ല കുറുകിയ തൈരാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല ഒരു കുറുകിയ തൈരാണ് നമ്മൾ ഈ കാളൻ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അതുപോലെ നമുക്ക് തേങ്ങ വേണം. ഇവിടെ ഞാൻ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ആവശ്യമായ അളവിലുണ്ടെങ്കിൽ മാത്രമേ കാളൻ നല്ല കുറുകി നല്ലൊരു ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് മതിയായ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് താളിക്കുന്നതിന് വേണ്ടി ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് പച്ചമുളക് വേണം. ഞാനൊരു 8-9 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് നല്ലൊരു പഴുത്ത പഴം എടുക്കാം. ഒരുപാട് പഴുക്കാത്ത ശ്രദ്ധിക്കുക. അപ്പം നല്ലൊരു പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താളിക്കുന്നതിന് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ആവശ്യമാക്കി ഇവിടെ റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയൊരു ജാറാണ് എടുക്കുന്നതെങ്കിൽ കുറേശ്ശെ ഇട്ട് നിങ്ങൾ അരച്ചെടുക്കാം. ഇതിപ്പോൾ വലിയൊരു ജാറായതുകൊണ്ട് ഞാനത് മുഴുവനായിട്ടും ഇട്ടിട്ട് കുറച്ച് ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ വെള്ളം മാത്രം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതായിട്ട് അരച്ച് ഞാനവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പഴം ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. പച്ചമുളക് 2ആയിട്ട് പൊളന്നെടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ വറ്റൽമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് കീറിയെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൽ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൺചട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മൺചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി എണ്ണ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. കാര്യം പച്ചമുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും ആ ഒരു പച്ചപ്പും മാറി അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പച്ചമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്താലേ നമ്മുടെ കാളൻ കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ പച്ചമുളകൊക്കെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അതിനകത്തേക്ക് വറ്റൽമുളകും അതുപോലെ കുറച്ച് കരിവേപ്പിലും കൂടെ നമ്മൾ എടുത്ത് വെച്ചിരുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. നമുക്കത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഈ സമയത്ത് ഇത് കരിയാതെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇനി അത് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പഴം നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പഴം അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നല്ലവണ്ണം പഴുത്ത പഴം എടുത്തിരിക്കുന്നത് കൊണ്ടാണ് വേവിക്കാഞ്ഞത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ചെറുതീയിൽ അതൊന്ന് വേവിച്ചെടുക്കാം. പഴം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് അതിൽ കിടന്ന് നല്ലോട്ടും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന അരച്ച് വെച്ചിരുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി തേങ്ങയുടെ പച്ച ടേസ്റ്റ് മാറണം. ആ പച്ചപ്പ് മാറിയിട്ട് അത് നന്നായിട്ട് ആ എണ്ണയിലും ആ തീയിലും ഒന്ന് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും തേങ്ങ തിളച്ചു പോവാതെ ശ്രദ്ധിക്കുക. അതിൽ ബബിൾസ് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം തയ്യാറായിട്ടുണ്ട്. അതിൽ ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇവിടെ എടുത്തു വെച്ചിരുന്ന തൈര് അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ തൈര് നമ്മൾ എടുക്കുമ്പോഴേക്കും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഇതിൻ്റെ തീ കത്തിക്കേണ്ടത്. ഇനി ഇത് തിളച്ചു പോകാൻ പാടില്ല. ഇത് ബബിൾസ് വരുമ്പോൾ തന്നെ നമുക്കിത് പാകമായിട്ടുണ്ട്. അതിൽ ബബിൾസ് വന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് നോക്കാം. ബബിൾസ് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ താളിച്ചപ്പോഴത്തേക്കും കുറച്ച് താളിച്ചതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ പഴം കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുള്ള വളരെ ഓഥൻറ്റിക്കായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു കാളനാണ്. സദ്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് ഈ കാളൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിഭവസമൃദ്ധമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.